പാലക്കാട് കഞ്ചിക്കോട് ഒരു സംഭവമുണ്ട്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പയറ്റുകാട് ഭാഗത്ത് രാവിലെ 7:30യോടെയാണ് ആന എത്തിയത്. கொம்பையும் காட்ட மாட்டோம் ஆளு ஒரு முட்டுக்கே நடக்க அந்த கம்பல் ஒரு காயம் கொண்டு கட்டிக்கலாம் காயமா கோல் കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നു. വിഷ്ണു, ആന ഇപ്പോഴും അതേ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? തുരത്താനുള്ള ശ്രമങ്ങൾ RRTയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? മോത്തി RRT സംഘം ഇപ്പോൾ ഈ ആനയെ കണ്ട ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് കഞ്ചിക്കോടുള്ള പയറ്റുകാട് ഭാഗത്ത് ഇന്നിപ്പോൾ ഈ കാട്ടാനയെ കണ്ടത്. ഇന്ന് പുലർച്ചെ തന്നെ ഈ മേഖലയിൽ കാട്ടാന കൂട്ടമേർത്തിയിരുന്നു. 13 കാട്ടാനകൾ അടങ്ങുന്ന ഒരു സംഘമായിട്ടായിരുന്നു കാട്ടാന ഇന്നിപ്പോൾ കഞ്ചിക്കോട് ഭാഗത്തോട്ട് ഇറങ്ങിയത്. അവിടെ നിന്നും ആ കൂട്ടത്തിൽ നിന്നും തെറ്റി വന്ന ഒറ്റയാനാണ് ഇപ്പോൾ പയറ്റുകാട് മേഖലയിൽ ജനവാസ മേഖലയിലൂടെ ആന സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ ജനങ്ങൾ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘം എത്തി. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ കാട്ടാനയെ ഈ മറ്റു സംഘങ്ങളുള്ള ബാക്കിയുള്ള കാട്ടാന കൂട്ടത്തിന്റെ ഒപ്പം ചേർത്ത് ബാക്കി 13 കാട്ടാനകളെയും കൂടി ഒരുമിച്ച് കാട്ടിലോട്ട് കയറ്റാനുള്ള ഒരു നീക്കങ്ങളാണ് തുടങ്ങുന്നത്. വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആളുകൾ പുറത്തിറങ്ങുന്നതിനും അതുപോലെ കൂട്ടം കൂടുന്നതിനും സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ RRT സംഘവും അതുപോലെ വനപാലകരും എല്ലാം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആനയെ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ RRT സംഘമുള്ളത്. ശരി വിഷ്ണു, ആനയെ എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ കഴിയുമായിരിക്കുമെന്ന് കരുതുന്നു.